വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ മൂന്ന് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് അല്ല, ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഇന്നലെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അതാണ് അല്ലേ. ഇന്നലെ റെഗുലർ വ്യൂവേഴ്സ് കറക്റ്റായിട്ട് അറിയായിരിക്കും എന്തായിരുന്നു നമ്മുടെ ഇത്. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവിൻ്റെ താഴെ ഒരു വേവ് താഴെ കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ തേർഡിൻ്റെ നമ്മൾ കൺഫർമേഷൻ എങ്ങനെ കിട്ടും, നമുക്ക് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മാത്രമേ തേർഡ് വേവിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. തേർഡ് വേവ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് യൂഷ്വലി പോകാറുള്ളൂ മുകളിലേക്ക്. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ദാറ്റ് മീൻസ് സെക്കൻഡ് വേവ് തന്നെ കണ്ടിന്യൂ ആണ്. ബട്ട് തേർഡ് വേവിൽ തേർഡ് വേവ് ആണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് മാത്രമേ വരൂ. ന്യൂസ് ബാഡ് വന്നാലും അതിൻ്റെ ഇമ്പാക്ട് തേർഡ് വേവിൽ പോസിറ്റീവ് തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാവും. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. ആ ന്യൂസ് ബേസ്ഡ് വേവിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്, നമുക്ക് എങ്ങനെയാണ് ന്യൂസസ് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ. കമൻറ്റ്, ലൈക്ക്, സപ്പോർട്ട്സ് എല്ലാം മസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും കൂടി. സോ നമ്മൾ ചാർട്ട് അനാലിസിസ് കിടക്കാം. ലീഡിങ് ഡയഗണലിൽ ഇപ്പോൾ ആവശ്യമില്ലല്ലോ, നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി. നമ്മുടെ ഇനി നമുക്ക് പറയാനുള്ളത് വാട്ട് നെക്സ്റ്റ്. തേർഡ് വേവ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യണത്. ന്യൂ വ്യൂവേഴ്സ് ഒത്തിരി ഉണ്ട്. അവരെല്ലാവരും കൂടി നമ്മുടെ എലിറ്റ് വേവിൻ്റെ വീഡിയോസ് ഞാൻ ഒത്തിരി കൊടുത്തിട്ടുണ്ട്. 2 വീഡിയോസാണ് മോസ്റ്റ്ലി ഒരു മേജർ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണുവാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ബാക്കി ഇനി ആക്ച്വൽ ജെന്യുവൻ കറക്റ്റായിട്ട് ഒരു ഡീപ്പ് അനാലിസിസ് ഉള്ള വീഡിയോ അപ്കമിങ് ടൈമിങ് വരും. ബട്ട് ഇത് നിങ്ങൾ ആക്ച്വലി കാണണം, ആ വീഡിയോസ് നിങ്ങൾ കാണണം. ഞാൻ ലിങ്ക് ചെയ്തേക്കാം, കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് ചെയ്തേക്കാം അത്. സോ അത് കാണണം, എന്നിട്ടേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വേഗം നമ്മുടെ എക്സ്റ്റെൻഡ് ഫിബൊനാച്ചി എടുക്കാം. ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയത് ഇവിടെയാണ്. സെക്കൻഡ് അപ്പോൾ ഇതാണ് താഴേക്ക് വന്ന ഫോൾ. ആൻഡ് തേർഡ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തേർഡ് വേവ് ആണ് ഇപ്പോൾ ഓൺ ഗോയിങ്. ഓക്കെ, സോ കണ്ടോ, തേർഡ് വേവിൻ്റെ ഓപ്പണിംഗ് എവിടെ ആയിരുന്നു? കറക്റ്റ് 100%. മനസ്സിലായോ? കറക്റ്റ് 100% ഓപ്പണിംഗ് തന്നെ. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു തേർഡ് വേവ്, ആ ഒരു കൗണ്ടിങ് കറക്റ്റ് ആണെങ്കിൽ എക്സാക്റ്റ് അവിടെ തന്നെ ആയിരിക്കും. നമ്മളെ ലെവൽസ് പക്കായിട്ട് അവർ റെസ്പെക്റ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം, നമ്മൾ ബിലീവ് ചെയ്യണം. നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ആ വ്യൂവർ ചോദിച്ചായിരുന്നു ഞാൻ പ്രേ ചെയ്യുക ഫോർ തേർഡ് വേവ്. അത് ആക്ച്വലി അങ്ങനെയാണ്. അത് നിങ്ങൾ റെഗുലർ ബേസിസ് നിങ്ങൾ ഇത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ചാർട്ട് ട്രാക്ക് ചെയ്യും. ഒരു ചാർട്ട് നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി ആയാലും ബാക്കി ഇൻഡെക്സ് നമ്മുടെ സെൻസെക്സ് ഉണ്ട്, നിഫ്റ്റിയുടെ മിഡ് ക്യാപ് നിഫ്റ്റി, അതൊക്കെ പിന്നെ സ്റ്റോക്കിൻ്റെ ചാർട്ട്, അതൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും യെസ് ഇതാണ് ജെന്വൻ. ഓക്കെ, സോ ഇനി കൂടുതൽ ഞാനൊന്നും പറയണില്ല. യെസ്, ഇത് 127% നോർമലി പോകാറുണ്ട്, മിനിമം 127%. സോ ഈ ഒരു വേവ് ഇത് ടച്ച് ആവേണ്ടത് 450 ആണ് മിനിമം. ആൻഡ് 500, 145, 168.0%. തേർഡ് വേവ് തന്നെയാണ്. ഇതിൻ്റെ തേർഡ് വേവിൻ്റെ മൂവ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇത് 1 മൂവ്, സെക്കൻഡ് മൂവ് ആൻഡ് തേർഡ് 5 മൂവ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവാറുള്ളൂ കേട്ടോ. തേർഡ് വേവിൽ 5 മൂവ്സ് ഉണ്ടാവാറുള്ളൂ. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബട്ട് ഇനി ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് വെച്ചാൽ 100% ഈ ഒരു 100% ഇവിടുന്നെയും ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് ഫോൾ വരാൻ ചാൻസസ് ഉണ്ടാകും. അത് ഇച്ചിരി മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും. സോ നാളത്തെ ഒരു ദിവസം നമുക്ക് കൊടുക്കേണ്ടി വരും. നോക്കേണ്ടി വരും. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം. നാളെ ഓപ്പണിംഗ് എങ്ങനെയാ നോക്കണം. പിന്നെ ഇതിൻ്റെ അബവ് ക്രോസ് ചെയ്യണം. ഈ ഒരു ഹൈ ഉണ്ടല്ലോ 23,400, ഇന്നത്തെ ഈ ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആണ്. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം. ദെൻ നമുക്ക് ഈസിലി നമ്മുടെ 450, നമ്മുടെ ടാർഗറ്റ് 450, 500 ഈ റേഞ്ച് വരെ ഈസിലി പോകും. 540 ഒക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ബട്ട് നമുക്ക് ഇവിടെ 450 വരെ നോക്കാം. ഓക്കെ, പിന്നെ 450 വരെ പോയിട്ട് ചിലപ്പോൾ പിന്നെ ഒരു റിജക്ഷൻ വരും, പിന്നെ ആയിരിക്കും മുകളിൽ. തേർഡ് വേവിൽ ഞാൻ ഇതുവരെ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. തേർഡ് വേവ് യൂഷ്വലി ചാനലിലാണ് പോകാറുള്ളൂ. ഓക്കെ, ചാനൽ പാറ്റേണിലാണ് പോകാറുള്ളൂ. ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം. തേർഡ് വേവ് നമ്മൾ നോക്കുകയാണെങ്കിലുള്ളൂ ഇതുവരെ ചാനൽ ഡെവലപ്പ് ആയിട്ടില്ല. എങ്ങനെയാണ് അവർ ചെയ്യണത് നിങ്ങൾ നോക്കേണ്ടി വരും കേട്ടോ. തേർഡ് വേവ് ഇത് ഡെവലപ്പ് ആയിട്ടില്ല. സോ ഇവിടെ ഇങ്ങനെ എടുക്കാറില്ല നമ്മൾ. ആക്ച്വലി 2 വേവ്, ഈ ഒരു സെക്കൻഡ് വേവ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ എടുക്കാറുള്ളൂ യൂഷ്വലി.
സോ അതിനി ഡെവലപ്പ് ആയിട്ടില്ല. നാളെ അത് നോക്കിയിട്ട് എനിക്ക് പറയാം. അതാണ് ഞാൻ പറയുന്നത്, നാളത്തെ ഒരു ദിവസം കൂടി ഞാൻ നോക്കേണ്ടി വരും. സോ തേർഡ് വേവ് യൂഷ്വലി പോകാറുള്ളത് ഇങ്ങനെയാണ്. തേർഡ് വേവ് നമ്മുടെ ചാനലിലാണ് പോകാറുള്ളൂ. ഓക്കെ, സോ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് നാളെ എങ്ങനെ ഒരു ഹൈ അടിക്കുന്നത്, ഹൈ അടിച്ച് താഴേക്ക് വരുമോ എന്നിട്ട് ഈ ഒരു എവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നത് അതുകൂടി നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇങ്ങനെ ആക്കേണ്ടി വരും. ഓക്കെ, സോ അത് നോക്കണം എങ്ങനെ ഫർദർ മൂവ്. ഇന്ന് അങ്ങനെ ഒരു മൂവ് വന്നിട്ടില്ല. ഇനി ശരിക്കും ഇത് താഴേക്ക് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് കയറുവാണെങ്കിൽ കയറിയില്ലായിരുന്നു, ഇനി ഇവിടെ വരാനായിരുന്നു ഈ ഒരു. സോ കറക്റ്റ് ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ബട്ട് ഇപ്പോൾ ഇവർ ആകെ കൺഫ്യൂഷൻ ആക്കി വെച്ചേക്കുന്നത്. എന്തായാലും നാളത്തെ ഓപ്പണിംഗ് നോക്കാം, നാളത്തെ ഒരു ദിവസം കൂടി നോക്കാം, കറക്റ്റായിട്ട് വരും. പിന്നെ വേറൊരു കാര്യം, എനിക്ക് മേജർ ഒരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് എൻ്റെ ഈ ഒരു ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ റെഗുലർ വ്യൂവേഴ്സ്, ഇവിടെ തന്നെ ഓവറോൾ സ്ട്രക്ചർ നമ്മുടെ ഫിഫ്ത്ത് വേവ് ഇതുവരെ ഇവിടെ ടച്ച് ആയിട്ടില്ല. റൈറ്റ്, നമ്മൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്, എവിടെ നിന്ന് മുകളിൽ നിന്ന്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ. സോ ഇവിടെ നിന്ന് എല്ലാവരും ബുള്ളിഷാണ്. നമ്മൾ ഇതുവരെ ഞാൻ ഇതുവരെ ബുള്ളിഷ് അല്ല. ദാറ്റ് മീൻസ് ബോട്ടമായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ബോട്ടം ഇതുവരെ ആയിട്ടില്ല. എപ്പോഴാണ് ആകുക എന്ന് വെച്ചാൽ 23,600 അബവ് ക്ലോസിങ് കിട്ടണം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ബുള്ളിഷ് ആവുള്ളൂ. ഓർ വീണ്ടും ഇവിടുന്ന് എപ്പോഴെങ്കിലും ഒരു സഡൻ ഫോൾ താഴേക്ക് വരും. ആ ഫോൾ എവിടെ വരും? ഇത് ഇവിടെ വരെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കാം. ഞാനിവിടെ ട്രേഡ് എടുക്കണോ ഇല്ല എന്നല്ല പറയണത്, ശ്രദ്ധിക്കാം. ഇവിടെ ടച്ച് ചെയ്ത് നമ്മുടെ ലെവൽ ഏതാണ്? 23,800, 900, 23,000 to 22,800. ഈ 200 പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മുടെ ലെവൽ. സോ ഇവിടുന്ന് പ്രൈസ് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ അപ്പോഴേ ഞാൻ ബുള്ളിഷ് ആവുള്ളൂ. ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റാലി, ആ നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ ആ ഒരു മറ്റേ നമ്മുടെ ഇതിൻ്റെ റാലി, ബഡ്ജറ്റ് റാലി എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ബഡ്ജറ്റ് റാലി ഞാൻ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുള്ളൂ. മേ ബി ഞാൻ റോങ് ആവാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. നമ്മൾ അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ. സോ നമ്മൾ റോങ് ആവും. ബട്ട് എപ്പോഴാണ് റോങ് ആവുക? 23,600 അബവ് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ മൂവ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ആ റാലി ഹെൽത്തി റാലി ആയിരിക്കും. ഓക്കെ, സോ അത് നമ്മളെവിടെ വരെ അതെ ഈ ഒരു ഇതിൻ്റെ അപ്പ് മൂവ് മിനിമം ഇത്ര വരെ. ഓക്കെ, സോ ആ ഇവിടെ നിന്ന് വന്ന അത് സൂപ്പർ റാലി ആയിരിക്കും. ഇത് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് ഓവറോൾ ബുള്ളിഷ് ആവണ്ട. ഓക്കെ, രണ്ട് സൈഡിൻ്റെ വ്യൂ വയ്ക്കാം. മുകളിലെ പോയി അവിടെ നിന്ന് റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും, താഴേക്ക് വരാനുള്ള ചാൻസസ്. അത് സൈഡിലും മനസ്സിൽ നമ്മളെവിടെയെങ്കിലും അത് കീപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ, എല്ലാവരും ബുള്ളിഷാണ്. ഞാൻ ഇപ്പോൾ ബുള്ളിഷ് അല്ല ശരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം നമ്മുടെ ടാർഗറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓവറോൾ ബുള്ളിഷ് അല്ല. എക്സ്പെക്ട് ചെയ്യുന്നു ഒരു ഫോൾ. ആ ഫോൾ താഴേക്ക് എവിടെ വരെ വരും അതാണ് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ 5 മൂവ്സ് ഓവറോൾ, ആ 5 മൂവ് കംപ്ലീറ്റ് ആവും. ഏത് നമ്മുടെ ഈ ഒരു താഴെ നിന്ന് വരുന്ന 1, 2, 3, 4 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. 4 ഓക്കെ, തേർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 4, 5 ആ മൂവ് ചിലപ്പോൾ അപ്പോഴത്തേക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, സോ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇനി. ബട്ട് ഇപ്പോൾ ഈ സമയത്ത് പ്രൈസ് ആക്ഷനിൽ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ അപ്കമിങ് 1-2 ദിവസത്തിൽ പ്രൈസ് ബുള്ളിഷാണ്. ഓക്കെ, ബിയറിഷ് ആവേണ്ട. ചെറിയ സ്മോൾ ടൈം ഫ്രെയിം. ഓക്കെ, അപ്കമിങ് 1-2 ദിവസത്തേക്ക് വലിയ ഇതൊന്നുമില്ല. എന്തായാലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബേസിൽ നമ്മൾ വർക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു ലെവൽ നല്ലൊരു ലെവൽ തന്നെയാണ്. ഇതിൻ്റെ ബിലോ തന്നെയാണ് 23,270. ഇതിൻ്റെ ബിലോ ഫർദർ ഫോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ, 23,200 ഇപ്പോൾ ഒന്നും ആ ഒരു ലെവൽ ഒന്നുമില്ല. ലെവൽ വരുന്നത് നമ്മുടെ ഇത് തന്നെയാണ് 23,150. സോ 23,270 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ഈ ഒരു ഗ്യാപ്പ് ആൻഡ് ദെൻ താഴേക്ക് വരണം. സോ ഈ ഗ്യാപ്പിന് ശ്രദ്ധിക്കണം. 23,290, 230. ഓക്കെ, ദെൻ പുറത്ത് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. എന്തായാലും നോക്കും. ഓക്കെ, റെസിസ്റ്റൻസ് ഫർദർ ഞാൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് റെസിസ്റ്റൻസ്. പിന്നെ വരുന്നത് നമ്മുടെ മേജർ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തേർഡ് വേവ് ആണ്. തേർഡ് വേവിൽ ആക്ച്വലി അവർ ഓവറോൾ പോസിറ്റീവ് ആണ് നോക്കാറുള്ളൂ. ദാറ്റ് മീൻസ് തേർഡ് വേവിൽ ജെന്വൻ തേർഡ് വേവ് ആണെങ്കിൽ ഓവറോൾ എല്ലാം പോസിറ്റീവ് തന്നെ വരുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ദെൻ ഈ റെസിസ്റ്റൻസ് 23,450. ഓക്കെ, ഇന്ന് ദെൻ അത് കഴിഞ്ഞ് 23,520 ഇതാണ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ഒരു 520. ഓക്കെ, യെസ്, 23,450. ഓക്കെ, ആൻഡ് 530.
ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു ഫോൾ വരേണ്ടതാണ് ഇവിടുന്ന്. അപ്പോൾ ഇനി തേർഡ് വേവ് അവിടെ കംപ്ലീറ്റ് ചെയ്യൂ, ആ ഫോർത്ത് വേവിൻ്റെ ഫോൾ വരുമോ, ഓർ ഇവിടുന്ന് ഓവറോൾ സ്ട്രക്ചർ അവർ ചേഞ്ച് ചെയ്യൂ, അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ ഞാൻ ഇത്ര കൂടുതൽ ലെവൽസ് എന്തെങ്കിലും ഷെയർ ചെയ്തെങ്ങനെ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലും വന്നാൽ ന്യൂസ് ബേസ്ഡ് ആണ്. സോ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരാനുള്ള ചാൻസസ് ആണ് ഇപ്പോൾ കൂടുതലുള്ളൂ. സോ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം ഫർദർ. ഓക്കെ, 23,400 ഈ ഓപ്പൺ ഈസിക്കൽ ടു ഹൈ ഫർദർ അപ്പ് മൂവ് കിട്ടാനാണെങ്കിൽ. ഓക്കെ, ട്രാപ്പ് ചെയ്തിട്ട് പോകുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണേ. ഇൻ കേസ് നാളെ മോർണിംഗ് ഓപ്പണിംഗ് ഇവിടെ തന്നെയാണെങ്കിൽ സോ ഈ ഒരു ചാനലിൻ്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുക കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വന്നിട്ടായിരിക്കും പിന്നെ അങ്ങനെ പോകുന്നത്. ഓക്കെ, അതൊക്കെ എല്ലാം ശ്രദ്ധിക്കണം. തേർഡ് ഈ മുകളിൽ പോയിട്ട് താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് നോക്കാനുള്ളതും. അവിടെ ഇവിടെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യണം. സോ ഈ ട്രെൻഡ് ലൈൻ അതനുസരിച്ച് നിങ്ങൾ ഈ ചാനലിൻ്റെ ട്രെൻഡ് അതനുസരിച്ച് വേണം നമുക്ക് കീപ്പ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെയാണോ അതാണ് ഈ നോക്കാനുള്ളത്. ബാക്കി എന്തെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേ കേട്ടോ. ഈ ബാങ്ക് നിഫ്റ്റി പോകാം. ഒത്തിരി ആയി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോൾ ആളുകൾ കൺഫ്യൂസ് ആവുക. ചാനൽ ഇത് കണ്ടോ, ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് ആണ് കണ്ടോ. നമ്മുടെ ഫസ്റ്റ് വേവ്, നമ്മുടെ ഈ ഒരു സെക്കൻഡ് വേവിൻ്റെ ഫോൾ വന്നു, ലീഡിങ് ഡയഗണലിൻ്റെ കഴിഞ്ഞ് ഫോൾ വന്നു, ആൻഡ് ദെൻ കറക്റ്റായിട്ട് തേർഡ് വേവ് അപ്കമ്മിങ്. തേർഡ് വേവ് കറക്റ്റ് ഗ്യാപ്പ് അപ്പ് ആൻഡ് മോളിലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി മച്ച് ബെറ്റർ ആണ് നിഫ്റ്റിനെക്കാളും. അപ്കമ്മിങ് ടൈമിൽ ഇതിൽ തന്നെ ആയിരിക്കും നല്ലൊരു മൂവ് കിട്ടുന്നത് കേട്ടോ. യെസ്, ബാങ്ക് നിഫ്റ്റി ചെയ്താൽ ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് 1 2 3 4 5 വേവ് കംപ്ലീറ്റ് ചെയ്തുള്ളൂ, ഫോൾ വരുന്നില്ല. സോ വലിയ ടൈം ഫ്രെയിം സ്ട്രക്ചർ 1 2 3 ആണ് കേട്ടോ. ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ വെച്ചോളൂ കേട്ടോ, ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ വെച്ചോളൂ. പീനൻറ്റ് ലീഡിങ് ഡയഗണൽ അത് ആക്ച്വലി വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ബിഗ് ടൈം ഫ്രെയിമിൽ, അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടോ. സോ 1 2 3 ഓർ ABC അങ്ങനെയാണ് അവർ ആക്കി വെച്ചേക്കുന്നത് സ്മോൾ ടൈം ഫ്രെയിമിൽ, ബിഗ് ടൈം ഫ്രെയിമിൽ. എനിവേ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് നമ്മൾ വരുന്നത് ഇതാണ് 49,050. ഓക്കെ, സപ്പോർട്ട് വരുന്നത് ഇതാണ്. ആൻഡ് ദെൻ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്, ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ തന്നെ ആ സെല്ലിംഗ് സോൺ. അത് നമ്മൾ റെഗുലർ വ്യൂവേഴ്സ്ക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ന്യൂ വ്യൂവേഴ്സ് എല്ലാവരും ഓൾഡ് വീഡിയോസ് ഒന്ന് കാണുക. പ്ലേ ലിസ്റ്റിൽ നമ്മുടെ ഇത് ഉണ്ടാകും, ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും. പ്ലേ ലിസ്റ്റിൽ ലേണിംഗ് വീഡിയോസ് ഉണ്ടാകും. അവിടെ ഒത്തിരി ഡിഫറെൻറ്റ് വീഡിയോസ്, ലേണിംഗ് വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഫൈൻഡ് ചെയ്യാം ഓരോരോ ലെവൽസ്. മനസ്സിലായോ? അത് കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നോക്കണം കേട്ടോ, ന്യൂ വ്യൂവേഴ്സ്. 49,490 ഫസ്റ്റ് ഈ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും കേട്ടോ. സോ ഓപ്പണിംഗ് ഇതിൻ്റെ അബവ് ആണെങ്കിൽ ഈസിലി നമുക്ക് മുകളിലേക്ക് മൂവ് കിട്ടും, ബട്ട് ഇതിൽ തന്നെ ആയിരിക്കും മൂവ് കേട്ടോ. സോ ബാക്കി റെസിസ്റ്റൻസ് ഒക്കെ പ്രോപ്പർ റെസിസ്റ്റൻസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. എന്തായാലും അപ്പ് മൂവ് നോക്കുകയാണെങ്കിൽ ഒന്ന് കോഷ്യസ് വേണം കേട്ടോ, കോഷ്യസ് വേണം. മൂവ് കിട്ടും അപ്പ് മൂവ്, ബട്ട് ആക്ച്വലി അവർക്ക് തീർക്കാനാണെങ്കിൽ ഉണ്ടല്ലോ അപ്പ് മൂവ് അവർ ഗ്യാപ്പ് അപ്പിൽ തന്നെ തീർക്കുള്ളൂ. അതങ്ങനെയാണ് ട്രാപ്പിംഗ്, ഇങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും മോസ്റ്റ്ലി മുകളിൽ പോയിട്ട് പിന്നെ താഴേക്ക് അടിക്കുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഒത്തിരി താഴത്തെ മീൻസ് ഇങ്ങാട് ഒത്തിരി താഴത്തേക്ക് ഇല്ല. നിഫ്റ്റിയിൽ 203 പോയിൻറ്റ്സ് ഉണ്ട്, ബട്ട് ബാങ്ക് നിഫ്റ്റി ഒത്തിരി താഴത്തേക്ക് ഇല്ല. എന്തായാലും നാളത്തെ ദിവസം കൂടി ഒന്ന് ഇതാവണം കറക്റ്റായിട്ട് എനിക്ക് പറയാൻ. മീൻസ് ഈ വേവ് കറക്റ്റായിട്ട് ഇവിടുന്ന് കറക്റ്റ് ഫോൾ എപ്പോഴത്തേക്ക് വരും, എവിടെ വരെ വരും, എന്നിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ മൂവ്സ് ഒക്കെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, 1 2 3 4 5 ഈ സ്ട്രക്ചർ, എന്നിട്ടാണ് ഫിബ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ ഫൈൻഡ് ചെയ്ത മീൻസ് പ്രൈസ് പിന്നെ എപ്പോഴാണ് താഴേക്ക് വരിക. ഓക്കെ, യെസ്, ഈ സപ്പോർട്ട് കറക്റ്റാണ്. ഗ്രീനാക്കി മാർക്ക് ചെയ്തിരിക്കണം എല്ലാവരും കൂടി സപ്പോർട്ട്സും കറക്റ്റ്. ഓക്കെ, ഇനി വേഗം സെൻസെക്സിലേക്ക് കിടക്കാം. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കൂടി. ഓക്കെ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, റീൽസ് ഞാൻ ഇടയ്ക്ക് റീൽസ് ഷെയർ ചെയ്യാറുണ്ട്. റീൽസ് കൂടി ഒന്ന് കാണണം. റീൽസിൽ ഞാൻ സ്പെഷ്യലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ റീൽസ് ഗ്യാപ്പ് അപ്പ്, എക്സ്പെക്റ്റഡ് ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ തേർഡ് വേവ് അങ്ങനെയാണല്ലോ, ഗ്യാപ്പ് അപ്പ് അതാണ്. ആ തേർഡ് വേവിൽ നമുക്ക് കൂടുതൽ ചാൻസസ് ഉണ്ടായി ഗ്യാപ്പ് അപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അപ്പ് തന്നെ ഇന്ന് എല്ലാ ഇൻഡെക്സിലും ഗ്യാപ്പ് അപ്പാണ്. ഒരു ഇൻഡെക്സിൽ മാത്രമല്ല ഉള്ളൂ, എല്ലാ ഗെയിമിലും നന്നായിട്ടൊരു നമുക്ക് ഗ്യാപ്പ് അപ്പാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ സെൻസെക്സിൽ ഇതിൻ്റെ അഭാവ് മാത്രമേ ഈ ഒരു ലെവൽ കൊണ്ടോ ഇതിൻ്റെ അഭാവ് മാത്രമേ നമ്മൾ ബുളിഷ് ആവുകയുള്ളൂ, ബുളിഷ് സ്ട്രക്ചർ ക്രിയേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇതൊരു സപ്പോർട്ടായിട്ട് മാറി, ഇത് ബ്രേക്ക് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഈ ഇന്നത്തെ ലോ, ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ താഴേക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ കൗണ്ടിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൗണ്ടിങ് കൺഫ്യൂസിങ് കൗണ്ടിങ് ആണ്. അത്ര വലിയ മൂവ് ഒന്നും എടുത്തിട്ട് 1 2 3 4 5 എക്സ്പെൻഡിങ് ട്രെൻഡ്. ഇതിൻ്റെ കൗണ്ടിങ് നമ്മൾ ചെയ്യണത് ഇങ്ങനെ ആയിട്ട് ഐ തിങ്ക് വരുള്ളൂ. എക്സ്പെൻഡിങ് ട്രയാങ്കിൾ ആയിട്ടാണ് ഇതിൻ്റെ
2 to 400 ഇതിങ്ങനെ ആയിട്ട് കൗണ്ടിങ് ഉണ്ടോ. സോ മനസ്സിലായല്ലോ. ദറ്റ് മീൻസ് ഇത് പോയാലും മുകളിലേക്ക് ചിലപ്പോൾ താഴേക്ക് ഇടാനുള്ള ചാൻസസ് ഉണ്ടാവും സെൻസെക്സ് കേട്ടോ. യെസ്, അല്ലെങ്കിൽ താഴേക്ക് വന്നാൽ മുകളിലേക്ക് പോകുന്നത്. നാളെ മേ ബി ചിലപ്പോൾ ഗ്യാപ്പപ്പ് ആയിരിക്കുള്ളൂ. എത്ര പോയിൻറ്റ്സ് ഗ്യാപ്പപ്പാണ് അതൊന്നും കൺഫർമേഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂസ് ബേസ്ഡ് ആണ്, റിസൾട്ട് ബേസ്ഡ് ആണ്. അതാണ് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഇന്നൊന്നും കൺഫേം ആയിട്ട് എനിക്കൊന്നും പറയാനില്ല. ന്യൂസ് ബേസ്ഡ് പ്ലസ് തേർഡ് വേവ് സ്റ്റാർട്ടിങ് പോസിറ്റീവ് തന്നെ വരേണ്ടതാണ്. ബട്ട് ഈ ബാങ്ക്സിൻ്റെ റിസൾട്ട് കൂടി വരുന്നുണ്ട് ഇടയ്ക്ക്. സോ കൺഫ്യൂഷൻ ആണല്ലോ. ബാങ്ക്സിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ബാങ്ക് ആക്ച്വലി ആ ഒരു അത്ര അതിലേക്ക് ഇല്ലല്ലോ. ബാങ്കിൻ്റെ സ്ട്രക്ചർ തേർഡ് വേവിൽ ഇല്ലല്ലോ. ഇതാണ് ഓക്കെ. സോ മാർക്കറ്റ് ചിലപ്പോൾ നിഫ്റ്റി ഗ്രീൻ, ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ടു റെഡ് അങ്ങനെ എന്തെങ്കിലും ആവാം. അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയുള്ളൂ. സോ ഇതിനകത്ത് വേറെ നമുക്കൊന്നും നോക്കാനില്ല. ഈ ഗ്യാപ്പ് സപ്പോർട്ടായിരിക്കും. ഇതിൻ്റെ ബിലോ മാത്രം ഫർദർ ഫോൾ കിട്ടുള്ളൂ ഈ ഗ്യാപ്പ്. ഇൻ കേസ് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് വർക്ക് ചെയ്യാറുള്ളൂ. റെസിസ്റ്റൻസ് സൈഡ് അല്ലെങ്കിൽ ഇതായിട്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുണ്ട്. ഈ ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആയിട്ടാണ് കണ്ട ഇവിടെ. സോ ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്യാൻ ബട്ട് റെസിസ്റ്റൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് സപ്പോർട്ടായിട്ടാണ്. ഓക്കെ, സപ്പോർട്ടിന് പറഞ്ഞ പ്രൈസ് ഇവിടെ വന്നാൽ ജസ്റ്റ് സപ്പോർട്ട് ഒരു ബൗൺസ് വരാനുള്ള, ഇവിടുന്ന് അത്രയ്ക്ക് ഒരു റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവില്ല. ബട്ട് യെസ്, ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഫോൾ. അല്ലാണ്ട് ഇവിടുന്ന് റിവേഴ്സിൽ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവില്ല. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും, എന്നിട്ട് പിന്നെ ഇവിടെ വേറെ സ്ട്രക്ചർ ഉണ്ടാക്കും, എന്നിട്ടായിരിക്കും ഫർദർ ഒരു മൂവ്. ഓക്കെ, അപ്പ് ഓർ ഡൗൺ സൈഡിൻ്റെ. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.